നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ACP അല്ല, അതിന് മുകളിലുള്ള റാങ്കിലുള്ള കുപ്പായോട്ടാലും തന്റെ രക്തഗുണം മാറാൻ പോകുന്നില്ല ചന്ദ്രബോസെ. പൂച്ചയ്ക്ക് കമ്മലിട്ട പോലെ അതും തൂക്കിയിട്ടങ്ങ് നടക്കാന്ന് മാത്രം. പക്ഷെ നിന്റെ ഈ കയ്യിലുള്ള തോക്കുണ്ടല്ലോ, അതുപോലെയാ വിഷ്ണു. ഒരാളുടെ ജീവൻ എടുക്കാൻ അതിന് ലൈസൻസ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതെപ്പോ വേണമെങ്കിലും പൊട്ടും. പക്ഷെ തോക്കിൽ ഉണ്ട വേണമെന്ന് മാത്രം. എങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കിയാലോടാ. തോക്കിൽ ഉണ്ടെങ്കിൽ പൊട്ടും ചന്ദ്രബോസെ. എന്നാങ്ങ് പൊട്ടിച്ചേക്കട്ടടാ. ഒന്ന് പൊട്ടിച്ചു നോക്ക് ചന്ദ്രബോസെ. ഉണ്ട വേണം, വെടിമരുന്ന്. അത് ചോരയിൽ വേണം. അതിനാ രക്തഗുണമെന്ന് പറയുന്നത്. എന്താ സത്യമേ? വിഷ്ണു, എന്താ വിഷ്ണു? അമ്മ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നിൽക്കണം. നിങ്ങളുടെ മകന്റെ ചങ്ങിന് ഒരു ഓട്ടയുടെ നോക്കിയതാ സത്യമാമേ. അവന്റെ തിളപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതങ്ങനെ വരൂ ചന്ദ്രബോസെ. ഇതേ സത്യഭാമയുടെ മകനാ. ഈ ഡയലോഗ് കുറച്ചു മുമ്പ് കേട്ടല്ലേ ഉള്ളൂ, അല്പം മുമ്പ് കണ്ടല്ലേ ഉള്ളൂ നമ്മൾ തമ്മില്. പിന്നെ എന്തിനാണാവോ തമ്പുരാട്ടി ഇങ്ങോട്ട് തിരുവെഴുന്നള്ളത്ത് നടത്തിയത്? മര്യാദയ്ക്ക് സംസാരിക്കണം മിസ്റ്റർ ACP. വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ മനസ്സിലായി. വക്കീൽ സാർ പരിഹസിക്കുകയാണോ നിങ്ങൾ? അയ്യോ, വക്കീൽ സാറിനൊക്കെ ഞാൻ പരിഹസിക്കാനോ? ഈ നീതിന്യായ വ്യവസ്ഥയോടൊക്കെ വലിയ ആദരവ് പുലർത്തുന്ന ആളാ ഞാൻ. സാറിന്റെ ജോലി ചെയ്യാനല്ലേ വന്നേ, ചെയ്തോ. വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടയക്കണം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. അയ്യോ, അതിനുള്ള അധികാരമൊന്നും നമുക്കില്ലേ. നമ്മൾ പാവം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ദയിക്കുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അങ്ങോട്ട് ചോദിച്ചാട്ടെ. അതിന് ഇയാളുടെ ചെവി പൊട്ടിയൊന്നുമല്ലല്ലോ. ഞാൻ ചോദിച്ചത് കേട്ട് കാണും. പ്രതിയെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല. ഏത് സെക്ഷൻ പ്രകാരമാണ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്? അത് പറയണം മിസ്റ്റർ. തന്റെ കക്ഷിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പ് എന്താണെന്ന് അറിയാൻ ഒരു അഡ്വക്കേറ്റിന് അവകാശമുണ്ട്. ഏതോ പോലീസിന് നാണം കെടുത്താതോ. സെക്ഷൻ 24A and 24B എന്താ പോരെ? അത് ബെയിലബിൾ ആണല്ലോ, ജാമ്യം കിട്ടാവുന്ന വകുപ്പ്. വിടാൻ സൗകര്യമില്ലെന്ന് പറയണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.